Hello everyone, welcome back to my YouTube channel Accounting Legend. My name is Shyam Kumar. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിൻസിപ്പൽ കോമേഴ്സിന്റെ അക്കൗണ്ടൻസിയുടെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള ചാപ്റ്റർ വൈസ് ഡിസ്കഷൻ ആണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആറാമത്തെ മൊഡ്യൂളാണ് അല്ലെങ്കിൽ ആറാമത്തെ ചാപ്റ്ററിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഈ ആറാമത്തെ ചാപ്റ്റർ ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ദെൻ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് ഏഴാമത്തെ ചാപ്റ്ററും എട്ടാമത്തെ ചാപ്റ്ററും നമുക്ക് അവിടെ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് ഡിപ്രീസിയേഷനും അതുപോലെ തന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ചാപ്റ്റർ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ഏരിയയിൽ നിന്ന് മാറ്റിയത് കൊണ്ട് തന്നെ നമുക്ക് ഇന്ന് പഠിക്കേണ്ടതായിട്ട് വരുന്നത് ഒൻപതാമത്തെ ചാപ്റ്ററിനെ കുറിച്ചാണ്. ഈ ഒമ്പതാമത്തെ ചാപ്റ്ററിന്റെ ടൈറ്റിൽ തന്നെ എന്താണ് പറയുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 1. എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ നമ്മൾ പല ക്ലാസ്സുകളിലും അല്ലെങ്കിൽ പല വീഡിയോയിലൂടെയും ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഫൈനൽ അക്കൗണ്ട്സിനെയാണ് നമ്മളിവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുകൊണ്ട് മെയിൻ ചെയ്യുന്നത്. ഫൈനൽ അക്കൗണ്ട്സ് ഏതെല്ലാമാണ് അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റിയാണ് ഈ ഒരു മൊഡ്യൂളിൽ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇതിന്റെ ടൈറ്റിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ നമുക്ക് പഠിക്കേണ്ടത് ഫോക്കസ് ചെയ്ത് ബേസ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ടതായ കണ്ടന്റുകൾ ഏതെല്ലാമാണെന്ന് ആദ്യം നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇവിടെ നമ്മൾ ഒരു 5 കണ്ടന്റിനെ കുറിച്ചാണ് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ റിലവൻസ് ഐറ്റം in trading profit and loss account, then concept of gross profit and net profit, then balance sheet. Last നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഒരു ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഏത് രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരിക. അതായത് ഒൻപതാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഒരു ട്രേഡിംഗ് കൺസേണുമായി ബന്ധപ്പെട്ട് വൈറ്റൻ ആയിട്ടുള്ള കുറച്ച് ബുക്സ് ഓഫ് അക്കൗണ്ടുകളാണ് നമ്മളിവിടെ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം തന്നെ എന്താണ് ഇതിന്റെ ഒരു ഫൈനൽ അക്കൗണ്ടിനെ കുറിച്ച് ഒരു ചെറിയൊരു ബേസിക് നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുകൊണ്ട് മെയിൻ ചെയ്യുവാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇൻവെസ്റ്റർ എന്ത് ചെയ്യുന്നു, ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു, കുറെ ബിസിനസ് ട്രാൻസാക്ഷൻ നടക്കുന്നു, കുറച്ച് ആക്ടിവിറ്റികൾ അവിടെ പെർഫോം ചെയ്യുന്നു. ഈ ആക്ടിവിറ്റിയിലൂടെ ആ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഓണർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് തക്കതായ പാരിതോഷികം കൊടുക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ റിവാർഡ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അത് റിവാർഡ് എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഫിറ്റ് എന്ന രീതിയിൽ ഒരു ഇൻവെസ്റ്റർക്ക് തിരിച്ച് റിട്ടേൺ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊരു ബിസിനസ് സ്ഥാപനം എപ്പോഴും ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. സാധാരണ ഒരു വർഷം കൂടുമ്പോഴാണ് നമ്മൾ ഇത്തരം രീതിയിലുള്ള ആക്ടിവിറ്റികൾ പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അളന്നു നോക്കാറുള്ളത്. സോ ഈ ഒരു പെർഫോമൻസ് എത്രമാത്രമാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് അവിടെ ചില ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഒക്കെ നടന്നതിന് ശേഷം ഫൈനൽ സ്റ്റേജിൽ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ ഉണ്ടാവും. ഇവിടെ ബേസിക്കലി നമ്മളൊരു 3 അക്കൗണ്ടിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഈ ഒരു 3 ബുക്സ് ഓഫ് അക്കൗണ്ടുകളാണ് നമ്മൾ സാധാരണ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് സാധാരണ നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ഈ ട്രേഡിംഗ് അക്കൗണ്ടിനെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയാണ് നമ്മളുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിനെ നമ്മളിവിടെ അറിയപ്പെടുന്നത് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു 2 സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഫൈനൽ അക്കൗണ്ട്സ് ആയ ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഒരു അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഓർഗനൈസേഷന്റെ അൾട്ടിമേറ്റ് എയിം എന്താണെന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇവിടെ ബേസിക്കലി ഞാൻ ഒരു 2 ഒബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഒന്നാമത്തെ ഒബ്ജക്റ്റ് ഇവിടെ പറയുന്നത് വേറൊന്നുമല്ല, ഫിനാൻഷ്യൽ പെർഫോമൻസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ബുക്സുകൾ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്താണെന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ. ദാറ്റ് ഈസ് ട്രൂ ആൻഡ് ഫെയർ ഫിനാൻഷ്യൽ പെർഫോമൻസും അറിയപ്പെടണം. ഇതുപോലെ തന്നെ ട്രൂ ആൻഡ് ഫെയർ ഫിനാൻഷ്യൽ പൊസിഷനും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. ഇത് ഫിനാൻഷ്യൽ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് ഏത് രീതിയിലാണ് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം അറിഞ്ഞിരിക്കണം. സോ ആദ്യം നമുക്ക് നോക്കി കാണേണ്ടതായിട്ട് വരുന്നത് എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് മീൻ ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് ട്രേഡിംഗ് അക്കൗണ്ട്. ഒരു വേർഡ് തന്നെയുണ്ട്, ദാറ്റ് ഈസ് ട്രേഡ് കച്ചവടവുമായി റിലേറ്റഡ് ഉള്ള ഒരു അക്കൗണ്ട് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഒരു പ്രൊഡക്ഷൻ സെന്ററുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഒരു ഓർഗനൈസേഷനെ 2 പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരു പ്രൊഡക്ഷൻ സെക്ഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു സെയിൽസ് സെക്ഷൻ ഉണ്ടാവും. ഈ പ്രൊഡക്ഷൻ സെക്ഷനിൽ ഉണ്ടാവുന്ന എക്സ്പെൻസും ഇൻകവും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന
ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടിനെയാണ് നമ്മളിവിടെ ട്രേഡിംഗ് അക്കൗണ്ട് എന്നുകൊണ്ട് മെയിൻ ചെയ്യുന്നത്. സോ ട്രേഡിംഗ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് റിലേറ്റഡ് ടു ദ പ്രോഡക്റ്റുമായി ഡയറക്റ്റ് കണക്ഷൻ ഉള്ള കുറച്ച് ആക്ടിവിറ്റികളായിരിക്കും അവിടെ പെർഫോം ചെയ്യുന്നത്. ഈ ഒരു ഡയറക്റ്റ് റിലേഷനിലൂടെ അവിടെ ഉണ്ടാവുന്ന ഡിഫറൻസ് അല്ലെങ്കിൽ സപ്പോസ് എന്ത് ചെയ്യുന്നു, അവിടെ എക്സ്പെൻസ് ഉണ്ടാവുന്നു, ഇതുപോലെ തന്നെ ഇൻകവും ഉണ്ടാവുന്നു. ഈ ഇൻകവും എക്സ്പെൻസും തമ്മിലുള്ള ഡിഫറൻസ് സാധാരണ ഉണ്ടാവും. ഇൻ കേസ് ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവാണെന്നുണ്ടെങ്കിൽ ഇത്തരം സിറ്റുവേഷൻ നമ്മൾ അറിയപ്പെടുന്നത് ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. സോ ഒരു ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ? നമ്മൾ സിമ്പിൾ ആയിട്ടൊരു ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ കഴിഞ്ഞാൽ മതി. ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിന് നമുക്ക് ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണം. സോ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രോസ് പ്രോഫിറ്റ് ഗ്രോസ് ലോസ് ആണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ഒരു സിമ്പിൾ ആയിട്ട് ഒരു ഫോർമുല യൂസ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന ഫോർമുല സാധാരണ നമ്മൾ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന ഫോർമുല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയുക? നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മളിവിടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലെ, ഏത് രീതിയിലാണ് നെറ്റ് സെയിൽ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുക? വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് നെറ്റ് സെയിൽസിന്റെ ഫോർമുല നമ്മളിവിടെ അടുത്തായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈ നെറ്റ് സെയിൽസ് കണ്ടുപിടിക്കുന്ന ഫോർമുല ഏതാണ്? സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. ദാറ്റ് ഈസ് ഒരു ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മളിവിടെ സെയിൽസ് എന്നറിയപ്പെടുന്നത്. ദാറ്റ് ഈസ് കച്ചവടത്തിലൂടെ കിട്ടുന്ന വരുമാനത്തിനാണ് നമ്മളിവിടെ സെയിൽസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഈ സെയിൽ നടക്കുമ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ കസ്റ്റമർക്ക് സെയിൽ നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കച്ചവടം നടത്തി കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിൽ എന്തെങ്കിലും ഡാമേജ് വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അത്തരം പ്രോഡക്റ്റുകൾ തിരിച്ച് നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരുന്നു. ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്തരം ഗുഡ്സുകൾ നമ്മൾ തിരിച്ചറിയപ്പെടുന്നത് സെയിൽസ് റിട്ടേൺ എന്നുള്ളൊരു വേർഡിലാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു മീനിങ്ങിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഈ ഒരു സെയിൽസ് റിട്ടേൺ നെറ്റ് സെയിൽസ് ടോട്ടൽ സെയിൽസിൽ നിന്ന് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് സെയിൽസ് കിട്ടും. സോ അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ വരും, എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുക? അതിനുവേണ്ടി നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഫോർമുല യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് ആ ഒരു ഓർഗനൈസേഷന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു സ്ഥാപനത്തിന്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാം. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ നെറ്റ് സെയിൽസ് പറഞ്ഞതുപോലെ നെറ്റ് പർച്ചേസ് ഏത് രീതിയിലാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് അവിടെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങിച്ചതിന് ശേഷം എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത്തരം റോ മെറ്റീരിയൽ നമ്മൾ തിരിച്ച് സപ്ലയർക്ക് റിട്ടേൺ കൊടുക്കുന്നു. ആ ഒരു റിട്ടേൺ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പർച്ചേസ് കിട്ടും. ഈ ഒരു നെറ്റ് പർച്ചേസും ഓപ്പണിംഗ് സ്റ്റോക്കും ഡയറക്റ്റ് എക്സ്പെൻസും അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ടോട്ടലിനെയാണ് നമ്മളിവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നുകൊണ്ട് മെയിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും ചോദിച്ചു കഴിഞ്ഞാൽ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ഇതിന് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആയ ഗ്രോസ് ലോസ് ഏത് രീതിയിൽ കണ്ടുപിടിക്കും ചോദിച്ചു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് നെറ്റ് സെയിൽസ്. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് നെറ്റ് സെയിൽസിലൂടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അവിടെയുള്ള ഗ്രോസ് ലോസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഓർഗനൈസേഷന്റെ ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റണം. ട്രേഡിംഗ് അക്കൗണ്ട് ആണ് നമ്മൾ സാധാരണ പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് ആ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ സാധാരണ നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നത് പോലെ ഒരു അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് സൈഡ് ഉണ്ടാവും, പിന്നെ ഒരു എമൗണ്ട് കോളം ഉണ്ടാവും, അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു എമൗണ്ട് കോളവും ഉണ്ടാവും. ഇതിൽ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് സൈഡിൽ എല്ലാ എക്സ്പെൻസുകളും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, പിന്നെ അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എല്ലാ ഇൻകവും റെക്കോർഡ് ചെയ്യുന്നു. സോ ഒട്ടനവധി ഇൻകവും എക്സ്പെൻസും നമ്മളിവിടെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത് 1 by 1 ആയിട്ട് ഏതാണെന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. സോ ഏത് രീതിയിലാണ് ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ കണ്ടുപിടിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലെ ടോട്ടലും എടുക്കും, അതുപോലെ തന്നെ ഈ ഒരു ക്രെഡിറ്റ് സൈഡിലെ ടോട്ടലും എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ബാലൻസ് ചെയ്യുമ്പോൾ സപ്പോസ് ഈ സൈഡാണ് കൂടുതലെന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിഫറൻസ് ഇവിടെയാണ് വരുന്നത്. ഈ ഡിഫറൻസിന് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്നറിയപ്പെടും. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ അതിന് നമ്മൾ ഗ്രോസ് ലോസും എന്നറിയപ്പെടും. സോ ഇതിൽ ഓരോ ഐറ്റങ്ങളും എന്താണ് മീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്ക്, എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക്, ഇതിനെ കുറിച്ചും തീർച്ചയായിട്ടും നമുക്ക് ഒരു ഐഡിയ വേണം. ദാറ്റ് ഈസ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്ന കുറച്ച് ഐറ്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് വൺ ആണ്
ഓപ്പണിംഗ് സ്റ്റോക്ക്. എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കാൻ വേണ്ടി ഗുഡ്സുകൾ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നു. ഈ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത റോ മെറ്റീരിയൽ ഫുൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്നില്ല. ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, കുറെ ഗുഡ്സ് സ്റ്റോക്കുകൾ നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വരുന്നു. ഇത്തരം മാറ്റി വെക്കുന്ന റോ മെറ്റീരിയൽ തൊട്ട് അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് നമ്മൾ ടേക്ക് ഓവർ ചെയ്ത് വീണ്ടും എടുക്കുന്നു. ഇങ്ങനെ തൊട്ടടുത്ത വർഷം, ഈ വർഷത്തെ ക്ലോസിംഗ് ആയിട്ട് അല്ലെങ്കിൽ മാറ്റി വെച്ചിരിക്കുന്ന റോ മെറ്റീരിയൽ തൊട്ടടുത്ത വർഷം നമ്മൾ അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം സ്റ്റോക്കുകളെയാണ് നമ്മളിവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ഈ ഒരു ഓപ്പണിംഗ് സ്റ്റോക്ക് പോരാ, കുറച്ചുകൂടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ എന്താണ് പർച്ചേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഡീഷണൽ റോ മെറ്റീരിയൽ ഒരു ബിസിനസ് സ്ഥാപനം എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കാൻ വേണ്ടി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം പ്രോസസ്സിനാണ് നമ്മളിവിടെ എന്തെന്ന് അറിയപ്പെടുന്നത്, പർച്ചേസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ പർച്ചേസ് കൂടാതെ നമുക്ക് അവിടെ കുറച്ച് ഒട്ടനവധി പർച്ചേസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടനവധി എക്സ്പെൻസുകൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇത്തരം എക്സ്പെൻസുകളെ നമ്മൾ ടെക്നിക്കലി അറിയപ്പെടുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് എന്നാണ് അറിയപ്പെടുന്നത്. സോ ഏതെല്ലാമാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ഒരുപാട് ഡയറക്റ്റ് എക്സ്പെൻസ് നമുക്ക് എന്ത് ചെയ്യുന്നു, ആ ഒരു ട്രേഡിംഗ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് വരുന്നു. അതിൽ ഫസ്റ്റ് വൺ ആണ് വേജസ്. ദാറ്റ് ഈസ് വേജസ് മീൻസ് എന്ന് കൂലി കൊടുക്കുന്നു. അതായത് ഒരു പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കാൻ ഏർപ്പെടുന്ന വർക്കേഴ്സിന് കൊടുക്കുന്ന എമൗണ്ടിനാണ് നമ്മൾ വേജസ് അല്ലെങ്കിൽ കൂലി എന്ന് പറയുന്നത്. ഇറ്റ്സ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ പ്രൊഡക്ഷനുമായി ഡയറക്റ്റ് ആയിട്ട് റിലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു ട്രേഡിംഗ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് റിലേറ്റഡ് ഉള്ള ഐറ്റങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബുക്കായ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് നമ്മൾ സാധാരണ ഇത്തരം ഐറ്റങ്ങൾ നമ്മൾ കാണിക്കാറുള്ളത്. സെക്കൻഡ് വൺ എന്താണ്, കാരേജ്, കാർട്ടേജ് ആൻഡ് ഫ്രൈറ്റ്. ദാറ്റ് ഈസ് ചുമട്ടുകൂലി എന്നറിയപ്പെടും. ഒരു ഓർഗനൈസേഷനിലോട്ട് റോ മെറ്റീരിയൽ ചുമന്നുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ രീതിക്ക് ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു ചുമന്നുകൊണ്ട് വരുന്നതിന് പ്രത്യുപകാരമായി കൊടുക്കുന്ന വേജസിനെയാണ് നമ്മളിവിടെ കാരേജ് അല്ലെങ്കിൽ കാർട്ടേജ് അല്ലെങ്കിൽ ഫ്രൈറ്റ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഇതും ഇറ്റ്സ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ റോ മെറ്റീരിയൽ ആണ്, അല്ലെങ്കിൽ പ്രൊഡക്ഷനുമായി റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇതും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് സാധാരണ കാണിക്കാറുള്ളത്. മറ്റൊരു എക്സ്പെൻസ് ആണ് ഫ്യൂവൽ, പവർ, ഗ്യാസ് ആൻഡ് വാട്ടർ. ദാറ്റ് ഈസ് ഇതും സാധാരണ ഇത്തരം എക്സ്പെൻസുകളും സാധാരണ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഓർഗനൈസേഷന്റെ മാനുഫാക്ചറിംഗ് സെക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഫാക്ടറിയിലായിരിക്കും ഇത്തരം എക്സ്പെൻസുകൾ കാണാൻ പറ്റുന്നത്. ഇതും ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ പ്രൊഡക്ഷൻ ആണ്. പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതും നമ്മളൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. പിന്നെ അടുത്തൊരു എക്സ്പെൻസ് ആണ് റോയൽറ്റി. ദാറ്റ് ഈസ് റോയൽറ്റി മീൻസ് എന്താണ്, ഏതെങ്കിലും ഒരു മിഷനറിയോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അസറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഓർഗനൈസേഷനിൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്നു. ഈ യൂസ് ചെയ്യുമ്പോൾ എന്തുമാത്രമാണ് യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഓണർക്ക് കുറച്ച് എമൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഇങ്ങനെ ഒരു സ്ഥാപനം മറ്റൊരു അസറ്റിന്റെ ഓണർക്ക് ക്യാഷ് അല്ലെങ്കിൽ എന്തെങ്കിലും റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ റോയൽറ്റി എന്നറിയപ്പെടുന്നത്. ദാറ്റ് ഈസ് റോയൽറ്റി മീൻസ് നമ്മൾ പാട്ടത്തിന് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അവർക്ക് എന്ത് ചെയ്യുന്നു, കുറച്ച് നിശ്ചിത എമൗണ്ട് കൊടുക്കുന്നു അല്ലെ, എന്നിട്ട് നമ്മൾ അത് നോക്കി നടത്തി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇത്തരം രീതിയിൽ ഏതെങ്കിലും എക്സ്പെൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ റോയൽറ്റി എന്ന് അറിയപ്പെടാറുള്ളത്. മറ്റൊരു ഇമ്പോർട്ടന്റ് ഐറ്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റണം, എന്താണ് കൺസ്യൂമബിൾ സ്റ്റോഴ്സ്. കൺസ്യൂമബിൾ സ്റ്റോഴ്സ് ഏതെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മിഷനറിയുമായി ബന്ധപ്പെട്ട് അവിടെ എന്ത് ചെയ്യുന്നു, ചില ഓയിലുകൾ യൂസ് ചെയ്യേണ്ടത് വരും, ചില ഗ്രീസുകൾ, അതായത് ആ ഒരു വർക്കിംഗ് കണ്ടീഷൻ പ്രോപ്പർ ആകാൻ വേണ്ടി നമ്മൾ ചില മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നു. ഇത്തരം പർച്ചേസ് ചെയ്യുന്ന എക്സ്പെൻസുകളാണ് നമ്മളിവിടെ കൺസ്യൂമബിൾ സ്റ്റോഴ്സ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. മറ്റൊരു ഇമ്പോർട്ടന്റ് എക്സ്പെൻസ് ആണ്, ഡയറക്റ്റ് എക്സ്പെൻസിന് എക്സാമ്പിൾ ആണ് കസ്റ്റംസ് ഡ്യൂട്ടി അല്ലെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി അല്ലെങ്കിൽ ഒക്ട്രീൻ എന്നൊക്കെ അറിയപ്പെടും. ദാറ്റ് ഈസ് ഇമ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെലവുകളാണ് നമ്മൾ കസ്റ്റം ഡ്യൂട്ടി അല്ലെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി എന്നൊക്കെ മെയിൻ ചെയ്യുന്നത്. സോ ഇതും ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഡയറക്ട്ലി റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതും ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. മറ്റൊരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ മീറ്റ് ചെയ്യുന്നത് പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽ. എന്താണ് പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽ? ദാറ്റ് ഈസ് ഒരു പ്രോഡക്റ്റ് ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പാക്കിംഗ്, ആ പാക്കിങ്ങിനാണ് നമ്മളിവിടെ പ്രൈമറി പാക്കിംഗ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇറ്റ്സ് റിലേറ്റഡ് ടു പ്രോഡക്റ്റ് ആണ്, അതുകൊണ്ടും ഇതൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത്. ലാസ്റ്റ് ഇവിടെ പറയുന്നത് എന്താണ്, ഡോഗ് ഡ്യൂസ് ആൻഡ് ക്ലിയറിംഗ് ചാർജസ്. ദാറ്റ് ഈസ് എന്ത് ചെയ്യുന്നു, ആ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റിനെ നമ്മൾ ഇത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൂക്ഷിപ്പ് കൂലി കൊടുക്കേണ്ടതായിട്ട് വരുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതിന് വരെ ക്ലിയറിംഗ് ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഇത്തരം എക്സ്പെൻസിലും സാധാരണ റിലേറ്റഡ് ടു ഡയറക്റ്റ് എക്സ്പെൻസിന്റെ കാറ്റഗറിയിലാണ് നമ്മൾ ഉൾപ്പെടുത്താറുള്ളത്. ഇതെല്ലാം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ ഈ ഒരു ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്ന ഐറ്റങ്ങൾ ഏതെന്നാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് നോക്കി കാണേണ്ടതായിട്ട് വരുന്നത് ഇതിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഐറ്റങ്ങൾ ഏതെല്ലാമാണ്. ദാറ്റ് ഈസ് ഒരു ട്രേഡിംഗ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ക്രെഡിറ്റ് സൈഡിൽ ബേസിക്കലി രണ്ട് ഐറ്റമാണ് വരുന്നത്.
അതിൽ ഫസ്റ്റ് വൺ ആണ് സെയിൽസ്. ദാറ്റ് ഈസ് ഒരു ബിസിനസ് സ്ഥാപനം നോർമൽ ആക്ടിവിറ്റി എന്താണോ അല്ലെങ്കിൽ അവരുടെ ഫംഗ്ഷൻ എന്താണോ അവരുടെ ആക്ടിവിറ്റി എന്താണോ ഇതിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ സെയിൽസ് എന്നുകൊണ്ട് മെയിൻ ചെയ്യുന്നത്. സെയിൽസുമായി ബന്ധപ്പെട്ട് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത് എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ടോട്ടൽ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറച്ചതിന് ശേഷമുള്ള എമൗണ്ട് ആയിരിക്കും നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ സെയിൽസിലെ പോലെ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെയിൽസിനെ പോലെ കൺസിഡർ ചെയ്യുന്ന മറ്റൊരു ഐറ്റമാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെയിൽ നടത്താതെ മാറ്റി വെക്കുന്ന ഫിനിഷ്ഡ് ഗുഡ്സിനെയാണ് നമ്മളിവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ക്ലോസിംഗ് സ്റ്റോക്കും ഈസ് കൺസിഡേർഡ് ആസ് സെയിൽസ് ആണ്. സെയിൽസിനെ പോലെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യുന്നു? നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഇങ്ങനെ ഡയറക്റ്റ് എക്സ്പെൻസുകളും ഡയറക്റ്റ് ഇൻകവും റെക്കോർഡ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ് ട്രേഡിംഗ് അക്കൗണ്ട്. സാധാരണ വടി മുമ്പ് ട്രേഡിംഗ് അക്കൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റണം ഇറ്റ്സ് ആൻ അക്കൗണ്ട്. ഇത് ഒരു അക്കൗണ്ട് ആണ്. ഇറ്റ്സ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിംഗ് ഇയർ. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് അക്കൗണ്ടിംഗ് ഇയറിന്റെ എൻഡിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിന്റെ അൾട്ടിമേറ്റ് എയിം എന്താണ് കഴിഞ്ഞാൽ ടു ഫൈൻഡ് ഔട്ട് ദ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ഓഫ് എ ഫേം. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ മൊത്തം ലാഭം അല്ലെങ്കിൽ മൊത്തം നഷ്ടം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഫൈനൽ അക്കൗണ്ട് ആയ ആദ്യത്തെ അക്കൗണ്ട് ആണ് നമ്മളിവിടെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ട്രേഡിംഗ് അക്കൗണ്ട്. സോ ഈ ട്രേഡിംഗ് അക്കൗണ്ടിനെ കുറിച്ച് ഒരു ബേസിക് നോളജ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സെക്കൻഡ് അക്കൗണ്ടിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഏതാണ് സെക്കൻഡ് അക്കൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റണം ദാറ്റ് ഈസ് സെക്കൻഡ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഉള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇതൊക്കെ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ്. സോ ട്രേഡിംഗ് അക്കൗണ്ട് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രൊഡക്ഷൻ റിലേറ്റഡ് ഉള്ള എക്സ്പെൻസും ഇൻകവും മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്. സാധാരണ ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ പ്രൊഡക്ഷൻ എക്സ്പെൻസും അല്ലാതെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളും സാധാരണ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ ഒരു നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഒരുപാട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഷോ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ് ഈ ട്രേഡിംഗ് അക്കൗണ്ട്. ഇതും നോർമലി സാധാരണ പ്രിപ്പയർ ചെയ്യുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിംഗ് ഇയറിലാണ്. അക്കൗണ്ടിങ്ങിന്റെ എൻഡിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിംഗിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ഡിഫറൻസ് കിട്ടും. അല്ലെങ്കിൽ ഇൻകം കൂടുതലായിരിക്കും അല്ലെങ്കിൽ എക്സ്പെൻസ് കൂടുതലായിരിക്കും. ഇൻ കേസ് ഇൻകം ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡിഫറൻസിനെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഡിഫറൻസ് ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അറിയപ്പെടുന്നത് നെറ്റ് ലോസ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. സോ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ നോർമലി ഒരു അക്കൗണ്ട് ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നത്. നമ്മളിവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. അതുപോലെ ഇൻഡയറക്റ്റ് ഇൻകം എല്ലാം നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. സാധാരണ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെ നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും അതുപോലെ തന്നെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തുകൊണ്ട് ചില സമയങ്ങളിൽ റെക്കോർഡ് ചെയ്യാറുണ്ട്. അതിന്റെ ഒരു ഫോർമാറ്റാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇതിൽ ബേസിക്കലി വരുന്ന കുറച്ച് എക്സ്പെൻസുകൾ നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും. എന്നാൽ കേൾക്കാത്ത കുറച്ച് എക്സ്പെൻസുകൾ ഉണ്ടാകും. ഏതെല്ലാമാണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന റിലവന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്പർ 1 ഏതാണ്? സാലറി. എന്താണ് സാലറി മീൻസ്? എന്താണ് ശമ്പളം? മാസത്തിൽ എന്ത് ചെയ്യുന്നു? ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന വേതനത്തെയാണ് നമ്മളിവിടെ സാലറി എന്ന് പറയുന്നത്. ഇത് സാധാരണ നമ്മൾ പ്രൊഡക്ഷനുമായി കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു എക്സ്പെൻസ് ആണ് എന്താണ്? റെന്റ്, റേറ്റ് ആൻഡ് ടാക്സ്. ദാറ്റ് ഈസ് ഒരു ഓർഗനൈസേഷൻ നടക്കുന്ന ആ ഒരു ബിൽഡിങ്ങിന് കൊടുക്കുന്ന വാടക. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യാറുള്ളത്. നമ്മൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ പറഞ്ഞാൽ അതിൽ ഒരു നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇൻട്രസ്റ്റ്. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് സാധാരണ വരുന്നത് ഏതാണ്? നമ്മൾ എന്തെങ്കിലും ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ ബാങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബില്ല് റിന്യൂ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു? കുറച്ച് ഒരു എമൗണ്ട് അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അത്തരം കൊടുക്കുന്ന എമൗണ്ടിനാണ് നമ്മളിവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. റിപ്പയേഴ്സ്, ആ ഒരു ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഫാക്ടറിയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഓഫീസിൽ ഉണ്ടാവുന്ന ആ ഒരു ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ റിപ്പയേഴ്സ് ഫർണിച്ചറിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ റിപ്പയർ ചെയ്യുന്നു. ഓഫീസിലെ ടൂൾസ് അല്ലെങ്കിൽ ഓഫീസിലെ ഇലക്ട്രിസിറ്റിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ റിപ്പയർ ചെയ്യുന്നു. ഇങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞു റിപ്പയറുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നതും നമ്മൾ എവിടെയാ കാണിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ആണ് കാണിക്കാറുള്ളത്. ഇതിൽ മറ്റൊരു നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്ന
അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ കാണിക്കാൻ പറ്റുന്ന മറ്റൊരു എക്സ്പെൻസ് ആണ് ഡിപ്രീസിയേഷൻ. ദാറ്റ് ഈസ് എന്ത് ചെയ്യുന്നു, ഒരു അസറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിന് ഓരോ വർഷവും എന്ത് ചെയ്യുന്നു, അതിന് ആ വിലയിലുണ്ടാകുന്ന ഇടിവിനെ അല്ലെങ്കിൽ വിലയിലുണ്ടാകുന്ന കുറച്ച് കുറവിനെയാണ് നമ്മളിവിടെ എന്തെന്നറിയപ്പെടുന്നത്, ഡിപ്രീസിയേഷൻ എന്നറിയപ്പെടുന്നത്. ഇതും സാധാരണ ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെ പോലെ, നമ്മളൊരു ലോസ് ആണെങ്കിൽ കൂടി ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെ പോലെ ട്രീറ്റ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡാണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യാറുള്ളത്. ദെൻ മറ്റൊരു ഇമ്പോർട്ടന്റ് എക്സ്പെൻസ് ആയിട്ട് പറയാൻ പറ്റും മിസ്ലേനിയസ് എക്സ്പെൻസ്. ദാറ്റ് ഈസ് നമ്മൾ ഈ പറഞ്ഞ എക്സ്പെൻസ് അല്ലാതെ ബാക്കി എല്ലാ എക്സ്പെൻസുകളും ഏതെങ്കിലും ആയിക്കോട്ടെ, ഇൻഷുറൻസ്, ദെൻ അതുപോലെ സ്റ്റേഷനറി വാങ്ങിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്പെൻസുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് സാധാരണ നമ്മൾ എവിടെയാണ് കാണിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡാണ് കാണിക്കാറുള്ളത്. നോർമലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റങ്ങളൊക്കെ ഗെയിൻ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഇൻകത്തിനെയാണ് നമ്മൾ കാണിക്കാറുള്ളത്. സാധാരണ വരുന്നത് നമ്മൾ അവിടെ കിട്ടുന്ന ആ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റ് തന്നെയായിരിക്കും ഇൻഡയറക്റ്റ് ഇൻകം ആയിട്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത്. ഇതിന് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇൻകം വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യാറുള്ളത്. സോ ഫൈനൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ രണ്ടാമത്തെ അക്കൗണ്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അത് ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യും അല്ലെങ്കിൽ അതിന്റെ ഫോർമാറ്റ് ഞാൻ ഇവിടെ കാണിച്ചു. അതുപോലെ തന്നെ അതിന്റെ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റങ്ങളാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തത്. സോ അടുത്ത് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെയാണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബുക്സ് ഓഫ് അക്കൗണ്ടിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരിക. ദാറ്റ് ഈസ് ഈ ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫൈനൽ അക്കൗണ്ടിന്റെ ലാസ്റ്റ് എൻഡ് മൊഡ്യൂളായ ബാലൻസ് ഷീറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ, ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ് ബാലൻസ് ഷീറ്റ്. ഈ ബാലൻസ് ഷീറ്റ് സാധാരണ നമ്മൾ കാണിക്കുന്നത് ആ ഒരു സ്ഥാപനത്തിന്റെ ആസ്തിയും അതുപോലെ തന്നെ ആ ഒരു സ്ഥാപനത്തിന്റെ ബാധ്യതയും തമ്മിൽ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. സോ ഇവിടെ നമുക്ക് രണ്ട് കോളം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഒരു സൈഡില് ലയബിലിറ്റിയും മറ്റൊരു സൈഡില് ആസറ്റും. ഇവ തമ്മിലൊരു ബാലൻസ് ലെവലായിരിക്കണം പോകേണ്ടത്. സോ ഈ ബാലൻസ് ലെവൽ ഏത് രീതിയിൽ എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ അസറ്റും ലയബിലിറ്റിയും റെക്കോർഡ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ് ബാലൻസ് ഷീറ്റ്. സാധാരണ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്ന് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഫോക്കസ് ഏരിയയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു രീതിയാണ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനാണ് നമ്മളിവിടെ ഗ്രൂപ്പിംഗ് ഓർ മാർഷലിംഗ് ഓഫ് ബാലൻസ് ഷീറ്റ് നമ്മൾ അറിയപ്പെടാറുണ്ട്. സോ എന്താണ് ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ എന്താണ് മാർഷലിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ഷീറ്റ് രണ്ട് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. ഏതെല്ലാമാണ് ആ രണ്ട് രീതി? നമ്പർ 1, ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ഓർഡറിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ ഓർഡർ ഓഫ് പെർമനന്റ് രീതിയിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. എന്താണ് ലിക്വിഡിറ്റി ഫോം അല്ലെങ്കിൽ പെർമനന്റ് ഫോം ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ഫോർമാറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദാറ്റ് ഈസ് സപ്പോസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അസറ്റുകൾ അല്ലെങ്കിൽ ലയബിലിറ്റികൾ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാകും. ദാറ്റ് ഈസ് എനിത്തിങ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ക്യാഷ് ഓർ ഇക്വലന്റ് ക്യാഷ് ഈസ് നോൺ ആസ് അസറ്റ് എന്നറിയപ്പെടുന്നുണ്ടെങ്കിൽ എനിത്തിങ് ക്യാൻ പെയ്ഡ് ഇൻ ദി ഫ്യൂച്ചർ ഈസ് നോൺ ആസ് അസറ്റ് എന്നാണ് നമ്മൾ അറിയപ്പെടാറുള്ളത്. സോ ഈ അസറ്റും ലയബിലിറ്റിയും നമ്മൾ രണ്ടായിട്ട് തിരിക്കാറുണ്ട്. അസറ്റിനെ നമ്മൾ ഫിക്സഡ് അസറ്റും അതുപോലെ തന്നെ കറണ്ട് അസറ്റും തിരിക്കാറുണ്ട്. ദെൻ ലയബിലിറ്റിയെ നമ്മൾ എന്തൊക്കെ തിരിക്കുന്നു? ലോങ് ടൈം ലയബിലിറ്റി അതുപോലെ തന്നെ ഷോർട്ട് ടൈം ലയബിലിറ്റിയും തിരിക്കാറുണ്ട്. ഈ ലോങ് ടൈം ലയബിലിറ്റിയും ഷോർട്ട് ടൈം ലയബിലിറ്റിയും അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും റെക്കോർഡ് ചെയ്യുന്നതിന്റെ ഒരു വേ അനുസരിച്ചാണ് നമ്മളിവിടെ ബാലൻസ് ഷീറ്റിനെ രണ്ടായിട്ട് തിരിക്കുന്നത്. ഇൻ കേസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് കറണ്ട് ലയബിലിറ്റി ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നു, ദെൻ ലോങ് ടൈം ലയബിലിറ്റി സെക്കൻഡ് റെക്കോർഡ് ചെയ്യുന്നു. പിന്നെ അസറ്റ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ലിക്വിഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? കറണ്ട് അസറ്റ് ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നു, ദെൻ ഫിക്സഡ് അസറ്റ് സെക്കൻഡ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം രീതിയിലുള്ള ബാലൻസ് ഷീറ്റിനെയാണ് നമ്മൾ പറയുന്നത് ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, ദാറ്റ് ഈസ് എന്ത് ചെയ്യുന്നത്? ലോങ് ടൈം ലയബിലിറ്റി ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ ഷോർട്ട് ടൈം ലയബിലിറ്റി റെക്കോർഡ് ചെയ്യുന്നു. ദെൻ അസറ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ലോങ് ടൈം അസറ്റ് ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നു, ദെൻ അതിനുശേഷം സെക്കൻഡ് ആയിട്ട് നമ്മൾ ഷോർട്ട് ടൈം അല്ലെങ്കിൽ എന്താണ് കറണ്ട് അസറ്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താണ് അറിയപ്പെടുന്നത്? ഇൻ ദ ഓർഡർ ഓഫ് പെർമനന്റ് നമ്മൾ എന്നറിയപ്പെടുന്നത്. സോ ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമുക്ക് ഇവിടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക. സോ ഈ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ബേസിക്കലി നമ്മളൊരു 3 മൊഡ്യൂളുകളാണ് ഇവിടെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട്, ദെൻ സെക്കൻഡ് വൺ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ലാസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയ ബാലൻസ് ഷീറ്റ് എന്താണെന്ന് നമ്മളിവിടെ ഏത് രീതിയിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നാണ് നമ്മളിവിടെ പഠിച്ചത്. ദാറ്റ് ഈസ് നമ്മൾ എൻഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട് ചോദിച്ചു
ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു അക്കൗണ്ട് ആണ്, ഇത് അക്കൗണ്ടിങ്ങിന്റെ എന്തിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കണ്ടുപിടിക്കുകയാണ്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു അക്കൗണ്ട് ആണ്, അക്കൗണ്ടിങ്ങിന്റെ എന്തിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിന്റെ അൾട്ടിമേറ്റ് എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ഫൈൻഡ് ഔട്ട് ദ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ഓഫ് ദ ഫേം. ദെൻ ബാലൻസ് ഷീറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എഴുതാൻ പറ്റണം, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഇത് പ്രിപ്പയർ ചെയ്യുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിംഗ് ഇയറിലാണ്. അൾട്ടിമേറ്റ് എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം ടു ഷോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ഫേം.